ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GT4 ടുമോറോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കോവിഡ് വാക്സിൻ സെക്കൻഡ് ഡോസ് എടുക്കേണ്ട ദിവസമാണ്. 21 ദിവസം മുമ്പ് ഫസ്റ്റ് ഡോസ് എടുത്തിരുന്നു. ലത 2 ഡോസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. വാക്സിൻ എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട് മിസ്റ്റർ ഷെരീഫിനൊപ്പം രാവിലെ 11 മണിയായപ്പോൾ താമസ സ്ഥലത്തു നിന്ന് ഇറങ്ങിയതാണ്. ദുബായ് ജബൽ അലിയിൽ 12-നും 1 മണിക്കും ഇടയിലുള്ള സമയത്താണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ജബൽ അലിയിൽ എത്തണം. ട്രാഫിക് ഇല്ലെങ്കിൽ 45-50 മിനിറ്റിനുള്ളിൽ അവിടെ ഓടിയെത്തും. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഷാർജ ഖുറാൻ റൗണ്ട് അബൌട്ടിൽ എത്തിയിരിക്കുകയാണ്. മുമ്പിലായി കാണുന്ന റൗണ്ട് അബൌട്ടിൻ്റെ ഒത്ത മധ്യത്തിലായി ഖുറാൻ തുറന്നു വച്ചിരിക്കുന്നത് പോലെ ഒരു സ്തൂപം കാണാം. അതുകൊണ്ടാണ് ഈ റൗണ്ട് അബൌട്ടിനെ ഖുറാൻ റൗണ്ട് അബൌട്ട് എന്നറിയപ്പെടുന്നത്. കിതാബ് റൗണ്ട് അബൌട്ട് എന്നും കൾച്ചറൽ സ്ക്വയർ എന്നും ഇതിനെ അറിയപ്പെടുന്നു. നിരവധി വിനോദസഞ്ചാരികൾ ദിവസവും ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നത് കൾച്ചറൽ പാലസ് ആണ്. അതുകൊണ്ടാണ് ഈ റൗണ്ട് അബൌട്ടിനെ കൾച്ചറൽ സ്ക്വയർ എന്നും അറിയപ്പെടുന്നത്. ഞങ്ങൾ കൾച്ചറൽ പാലസിന് മുമ്പായുള്ള റൈറ്റ് എടുത്ത് നേരെ പോയി വസിറ്റ് സ്ക്വയർ ചുറ്റി അവിടെ നിന്ന് നേരെ പോയി ഷാർജ എയർപോർട്ട് റോഡിൽ കയറുകയാണ്. പൂക്കളാലും പുൽത്തകടികളാലും എല്ലായിടവും ഭംഗിയായി വെച്ചിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി ജീവനക്കാർ അതിനു വേണ്ട പരിചരണം കൊടുക്കുന്നത് കാണാം. ഈ റൗണ്ട് അബൌട്ടിനെയാണ് വസിറ്റ് സ്ക്വയർ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ അജ്മാനിൽ എത്തിച്ചേരും. നമ്മൾ ഈ റൗണ്ട് അബൌട്ടിൽ നിന്നും എക്സിറ്റ് എടുത്ത് എയർപോർട്ട് റോഡിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ട് റോഡിൽ കയറി മുന്നോട്ട് പോവുകയാണ്. ഈന്തപ്പനകൾ റോഡിൻ്റെ ഇരുപുറവും ദൃശ്യവിരുന്ന് ഒരുക്കുന്നുണ്ട്. ഈ റോഡിൽ കൂടി നേരെ പോയാൽ ഷാർജ എയർപോർട്ടിലും അവിടെ നിന്ന് നേരെ പോയാൽ ദെയ്ദിലും എത്തിച്ചേരും. മുകളിൽ കൂടി പോകുന്ന പാലം അൽദെയ്ദ് റോഡ് ഇൻ്റർചേഞ്ച് നമ്പർ 1 ആണ്. ഇൻ്റർചേഞ്ച് നമ്പർ 2 കഴിഞ്ഞുള്ള റൈറ്റ് എടുത്ത് E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴിയാണ് നമ്മൾ ദുബായ് ജബൽ അലിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ E311 വഴി അജ്മാൻ, ഉമ്മൽഖൊയ്ൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ എത്തിച്ചേരും. നമ്മളിപ്പോൾ E311 ഹൈവേയിലേക്ക് കയറുകയാണ്. അല്പം മുൻപോട്ട് പോയപ്പോൾ അപ്രതീക്ഷിതമായി ട്രാഫിക് ജാം കണ്ടു തുടങ്ങി. ഇടതുവശത്തായി കാണുന്നത് അൽസാഹിയ ഏരിയയിലുള്ള പുതിയ കാരിഫോർ ബിൽഡിംഗ് ആണ്. ഒരു വശത്തേക്ക് മാത്രം 6-7 ലേനുകളുള്ള റോഡിൽ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് പതുക്കെയാണ്. മണിക്കൂറിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ഇതെന്ന് ഓർക്കണം. മുന്നിലായി ആ കാണുന്നത് റോഡിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് നടന്നു പോകാനുള്ള ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഇത്രയും നേരമായിട്ടും നാഷണൽ പെയിൻറ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. തക്ക സമയത്ത് ജബൽ അലിയിൽ എത്തിച്ചേരുമോ എന്നൊരു ആശങ്ക. ആ കാണുന്ന പാലത്തിനപ്പുറം ദുബായ് ആണ്.
ഇടതുവശത്തായി കാണുന്നത് മനുഷ്യനിർമ്മിത മലയാണ്. ദുബായിയുടെ വേസ്റ്റ് ഡംപ് ചെയ്ത് മലയായതാണ്. ഒപ്പം അതിനു ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. മുന്നിലായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു പോകുന്നത് കാണാം. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ദുബായ് RTA ഓഫീസാണത്. മിർഡിഫ് സിറ്റി സെന്റർ ആണ് ആ കാണുന്നത്. റോഡിൽ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും പോകുന്നുണ്ട്. റോഡിൽ ഒരു ട്രക്ക് മറിഞ്ഞ കാരണത്താൽ വണ്ടികൾ ഓടുന്നത് മന്ദഗതിയിലായി. ഇങ്ങനെ പോകുമ്പോൾ ചിത്രീകരണം ദുഷ്കരമാകുന്നത് കൊണ്ട് ജബലലിയിൽ ചെന്ന് വാക്സിൻ എടുത്തതിന് ശേഷം തിരികെ ഷാർജയിലേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ 1 മണിക്കൂർ വൈകി 1 മണിയോടുകൂടിയാണ് ജബലലിയിൽ എത്തിച്ചേർന്നത്. ഏതായാലും വാക്സിൻ കിട്ടി. ജബലലിയിൽ ക്രിസ്തീയ ദേവാലയങ്ങളുടെ അടുത്തായുള്ള ഗുരുനാനാക്ക് ദർബാറിൽ നിന്നുമാണ് വാക്സിൻ എടുത്തത്. വാക്സിനേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ E11 ഷെയ്ഖ് സയദ് റോഡ് വഴി ഷാർജയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനാണ് മുകളിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഷെയ്ഖ് സയദ് റോഡിലേക്ക് കയറുകയാണിപ്പോൾ. വലത്ത് മുന്നിലായി കാണുന്നത് എനർജി എന്ന പേരുള്ള മെട്രോ സ്റ്റേഷനാണ്. ഇപ്പോൾ മുന്നിൽ കാണുന്നത് ജബലലി ടോൾ അഥവാ സാലിക് ഗേറ്റ് ആണ്. ഇവിടെ ടോൾ പിരിക്കുവാൻ ടോൾ ബൂത്തുകളോ ജീവനക്കാരോ ഇല്ല. ഇതുപോലെയുള്ള 8 സാലിക് ഗേറ്റുകൾ ദുബായിലുണ്ട്. ഓരോ വാഹനവും ടോൾ ഗേറ്റ് കടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവരവരുടെ അക്കൗണ്ടിൽ നിന്നും നിശ്ചിത എമൗണ്ട് ഡിഡക്റ്റ് ആകുന്നതാണ്. അക്കൗണ്ടിൽ പണം ഇല്ലാത്തവരും അക്കൗണ്ട് ഇല്ലാത്തവരും പിഴ അടയ്ക്കേണ്ടി വരും. മുകളിൽ കൂടി ഒരു മെട്രോ ട്രെയിൻ കടന്നു പോകുന്നത് നമുക്കിപ്പോൾ കാണാം. ആ കാണുന്നത് ജബലലിയിലുള്ള ഐക്കിയയുടെ കെട്ടിടമാണ്. ഈ റോഡിലും ഒരു വശത്തേക്ക് തന്നെ 6ഉം 7ഉം ലേനുകളുണ്ട്. വലതുവശത്ത് മുന്നിലായി കാണുന്നത് ഓക്സ് ഇബിൻ ബത്തൂത്ത ഗേറ്റ്സ് ഹോട്ടലാണ്. ഇപ്പോൾ നമ്മുടെ ഇടതുവശത്തായി കാണുന്നത് ജബലലി പവർ സ്റ്റേഷനാണ്. ഇബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ വലത്തുവശത്തായി ആ കാണുന്നത്. ആ പോകുന്നത് ദുബായ് RTA അഥവാ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബസ്സാണ്. ദുബായിയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെയുള്ള ബസ് സർവീസുകളുണ്ട്. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ചെടികളാലും പൂക്കളാലും എല്ലായിടവും ഭംഗിയായി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഇരുപുറവും ബഹുനില കെട്ടിടങ്ങളുടെ ഒരു നിരയാണ്.
ഈ കാണുന്നതും ഒരു മെട്രോ സ്റ്റേഷനാണ്. ഈ റോഡിന് മുകളിൽ കൂടി എത്രയോ പാലങ്ങൾ കടന്നു പോകുന്നു. ട്രാഫിക് ജാം ഉണ്ടാകാതിരിക്കുവാൻ ദുബായ് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെയുള്ള പാലങ്ങളും റോഡുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അക്കാണുന്നത് DMCC മെട്രോ സ്റ്റേഷനാണ്. എല്ലാ മെട്രോ സ്റ്റേഷനുകളും ഒരേ രൂപത്തിലും ഭാവത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുബായ് മറീന മോളാണ് ഇടതുവശത്തായി ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിരവധി പ്രശസ്തമായ ബിൽഡിങ്ങുകളും ഇവിടെയുണ്ട്. റോഡിന് പാരലായിട്ടാണ് മെട്രോ റെയിൽ കടന്നു പോകുന്നത്. റോഡിൽ ചുമന്ന കാർപ്പറ്റ് വിരിച്ചതുപോലെ പെയിന്റ് അടിച്ച് അതിൽ 100 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വണ്ടി ഓടിക്കുന്നവർ ഇനിയും മുന്നോട്ടുള്ള സ്പീഡ് ലിമിറ്റ് 100 km/h ആയി ചുരുക്കി എന്ന് വേഗം ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അല്ലാഞ്ഞാൽ പിഴ അടയ്ക്കേണ്ടി വരും. ഇടതുവശത്ത് മുമ്പിലായി കാണുന്ന ഗ്ലാസ് ബിൽഡിംഗ് ആരൻകോ ടവർ ആണ്. ഇപ്പോൾ റോഡിൻ്റെ ഇടതുവശത്തായി കാണുന്നത് ദുബായ് മീഡിയ സിറ്റിയാണ്. IBM, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് മുതലായ ഒട്ടനവധി IT കമ്പനികളുടെ ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മഹാനഗരമായ ദുബായിയെ അനാവശ്യമായി എവിടെയും ബാനറുകളും ഫ്ലെക്സുകളും സിനിമാ പോസ്റ്ററുകളും കൊണ്ട് നിറച്ചിട്ടില്ല. അതിനായി അനുവദിച്ചിരിക്കുന്ന ഇടത്തു മാത്രം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിന് ഭംഗി കൂടുവാൻ ഇതും ഒരു കാരണമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇടതുവശത്ത് ദൂരെയായി ബുർജൽ അറബ് എന്ന 7 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ആണ് കാണുന്നത്. യാത്ര ചെയ്യുന്ന കപ്പലിൻ്റെ മാതൃകയിൽ 1999 ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മൊത്തം 321 മീറ്റർ ഉയരമുള്ള ഈ ഹോട്ടൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലാണ്. ഇതിന് 59 നിലകളാണുള്ളത്. അതിൽ 3 സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ്. സുഹൃത്ത് മിസ്റ്റർ ഷെരീഫിന് UAEയിൽ 30-ൽ പരം വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള ആളാണ്. എല്ലാ റോഡുകളും വഴികളും അദ്ദേഹത്തിന് മനഃപ്പാഠമാണ്. വലതുവശത്ത് മുന്നിലായി കാണുന്നത് മഷ്രിഖ് മെട്രോ സ്റ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ അൽബർഷ ടോൾ ഗേറ്റിന് അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഉച്ചസമയമായതിനാലും കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാലും നിരത്തുകളിൽ അധികം തിരക്കില്ല.
ഓഫ് ദ എമിറേറ്റ്സ് മുന്നിൽ വലത്തുവശത്തായിട്ടാണ്. ഇപ്പോൾ ബുർജ് അൽ അറബ് കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഇത് മാൾ ഓഫ് ദ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ്. മുന്നിൽ ദൂരെയായി ലോക അത്ഭുതങ്ങളിൽ ഒന്നായ ബുർജ് ഖലീഫ ബിൽഡിംഗ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ 75 കിലോമീറ്റർ ദൂരെ നിന്നുപോലും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. 163 നിലകളും 828 മീറ്റർ ഉയരവുമുള്ള ഈ ടവർ 2010 ഉദ്ഘാടനം ചെയ്തത്. നിരവധി മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഇതിൽ ഫ്ലാറ്റുകളുണ്ട്. വിസിറ്റേഴ്സിന് ഇതിൻ്റെ 125ാം ഫ്ലോർ വരെ പോകാൻ സാധിക്കും. ഞങ്ങൾ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ ഒരാൾക്ക് 150 ദിറംസിന് മുകളിലാണ്. FAB മെട്രോ സ്റ്റേഷൻ പിന്നിലാക്കി ഷാർജയെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. നിരവധി ആഡംബര കാറുകളുടെ ഷോറൂമുകൾ ഈ റോഡിൻ്റെ ഇരുപുറവുമുണ്ട്. വലതുവശത്ത് നൂർ ബാങ്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ കയറി ചെല്ലുന്നു. ബുർജ് ഖലീഫ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. പുതിയ ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 158 ഏക്കറിൽ പരന്നു കിടക്കുന്ന സഫ പാർക്ക് റോഡിൻ്റെ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്നു. ദുബായ് വാട്ടർ കനാലിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. മനുഷ്യനിർമ്മിതമായ ഈ കനാൽ 2016 ഉദ്ഘാടനം ചെയ്തത്. ബുർജ് ഖലീഫ കുറച്ചുകൂടി വ്യക്തമായി ഇപ്പോൾ കാണാം. ഈ കാണുന്നത് ബിൽഡിങ്ങുകളുടെ ഒരു വനം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനാണ്. അൽ സഫ ടോൾ ഗേറ്റ് കടന്ന് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. മെട്രോയിൽ വന്ന് അക്കാണുന്ന ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കാൽനടയായും ബുർജ് ഖലീഫയിലേക്ക് പോകാൻ സാധിക്കും. ടെസ്ല പോലുള്ള വലിയ കമ്പനികളുടെ ഷോറൂമുകൾ ഈ റോഡിൻ്റെ ഇടതുവശത്തുണ്ട്. മുകളിൽ കൂടി തലങ്ങും വിലങ്ങും പാലങ്ങൾ കടന്നു പോകുന്നു.
ഫിനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. വലതുവശത്ത് ഒരേപോലെ കാണുന്ന രണ്ട് ടവേഴ്സാണ് എമിറേറ്റ്സ് ടവേഴ്സ് ഹോട്ടൽ. 2000 ആണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അതാ എമിറേറ്റ്സ് ടവേഴ്സ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിൻ ജബൽ അലി ഭാഗത്തേക്ക് പോകുന്നത് കാണാം. ആ കാണുന്നത് ഉടൻ ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്ന മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ആണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്. അതിന് ബാക്കിലായി കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. മുകളിൽ ഗ്ലോബുമായി നിൽക്കുന്ന ബിൽഡിംഗ് എത്തിസലാത്തിൻ്റേതാണ്. എത്തിസലാത്ത് UAE ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. ട്രേഡ് സെൻറ്റർ റൗണ്ട് അബൌട്ടിന് അടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇങ്ങനെയുള്ള അണ്ടർ പാസുകൾ പോലും വളരെ മനോഹരമായി വച്ചിരിക്കുന്നു. ഇടതുവശത്തായി കാണുന്നത് വേൾഡ് ഫേമസ് ദുബായ് ഫ്രെയിമാണ്. സബീൽ പാർക്കിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ ദിവസവും ഇവിടെ എത്താറുണ്ട്. വലതുവശത്തായി കാണുന്നതാണ് ദുബായ് ഗാർഡൻ ഗ്ലോ. വൈദ്യുത വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു അത്ഭുത ലോകമാണിത്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് തുറന്ന് 10:30 അടയ്ക്കുന്നതാണ്. വെള്ളിയാഴ്ചയും വിശേഷ ദിവസങ്ങളിലും 11 മണിക്ക് അടയ്ക്കുകയുള്ളൂ. ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 65 ദിർഹവും വാറ്റും നൽകണം. ഹൈവേകളിൽ എവിടെയും സിഗ്നലിൽ കിടക്കാതിരിക്കാൻ ഓവർ ബ്രിഡ്ജുകളും അണ്ടർ പാസുകളും ധാരാളം നിർമ്മിച്ചിട്ടുണ്ട്. വലതുവശത്തായി വഴിയോരത്ത് ചുവന്ന നിറത്തിൽ കാണുന്നത് പൂക്കളാണ്. ചെടികളാലും പൂക്കളാലും എല്ലായിടവും അലങ്കരിച്ചിരിക്കുന്നു. നിയമലംഘകരെ പിടികൂടാൻ റോഡിൻ്റെ എല്ലായിടവും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കറുത്ത LED ബോർഡിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ തെളിഞ്ഞു വരും. ഇങ്ങനെയുള്ള ബോർഡുകൾ റോഡിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലും ഡോൾഫിനേറിയവും സ്ഥിതി ചെയ്യുന്നത്. ടോൾ ഗേറ്റ് കടന്ന് ഗർഹൂദ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറുവാൻ പോകുന്നത്. ഈ ബ്രിഡ്ജിന് അടിയിലൂടെ കടന്നു പോകുന്നത് ദുബായ് ക്രീക്കാണ്. അക്കാണുന്ന ഉയരം കൂടിയ 80 നിലകളുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് ജദ്ദാഫ് വാട്ടർ ഫ്രണ്ടിലുള്ള D1 ടവറാണ്. ഗർഹൂദ് ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വലതുവശത്ത് മുന്നിലായി കാണുന്നത് എമിറേറ്റ്സ് ഏവിയേഷൻ ക്രൂ ട്രെയിനിങ് കോളേജാണ്.
ഈ അണ്ടർപാസിൻ്റെ ഇരുവശങ്ങളിലും ഹിന്ദി അടക്കമുള്ള മിക്ക ഭാഷകളിലും ദുബായ് ദുബായ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വലത്തുവശത്തായി ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ സാധിക്കും. ഈ എയർപോർട്ടിൻ്റെ മറ്റേ അറ്റം E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ അടുത്തു വരെയുണ്ട്. ഇടതുവശത്തായി വൻകിട വാഹന നിർമ്മാണ കമ്പനികളുടെ ഷോറൂമുകൾ ഉണ്ട്. ദുബായിൽ 2 മെട്രോ ലൈനുകളുണ്ട്, റെഡ് ലൈനും ഗ്രീൻ ലൈനും. റെഡ് ലൈൻ ദുബായ് റാഷിദിയ സ്റ്റേഷനിൽ നിന്നും തുടങ്ങി ജബലലിയിൽ ചെന്ന് തിരിച്ചും, ഗ്രീൻ ലൈൻ ദുബായ് അൽ ഖുസൈസ് എത്തിസലാസ് സ്റ്റേഷനിൽ നിന്നും തുടങ്ങി ദുബായ് ക്രീക്ക് സ്റ്റേഷനിൽ എത്തി തിരിച്ചും സർവീസ് നടത്തുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് റെഡ് ലൈനാണ്. ഇപ്പോൾ ഈ കാണുന്നതാണെങ്കിൽ മെട്രോ ഗ്രീൻ ലൈനുമാണ്. ഇത് അൽ ഖിയാദ മെട്രോ സ്റ്റേഷനാണ്. മുന്നിൽ വലത്തുവശത്തായി കാണുന്നത് അൽമുള്ള പ്ലാസയാണ്. നമ്മൾ ഷാർജയോട് അടുക്കാറായി. ആദ്യകാലങ്ങളിൽ ഷാർജയിൽ നിന്നും വരുമ്പോൾ ദുബായിൽ ആദ്യം കാണുന്ന ബിൽഡിംഗ് അൽമുള്ള പ്ലാസയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിരവധി ബിൽഡിങ്ങുകൾ കാണാം. അൽ മംസാർ ടോൾ ഗേറ്റിന് അടിയിൽ കൂടി നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. അൽ മംസാർ ടോൾ ഗേറ്റ് 2 എണ്ണമുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മാത്രമേ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ കട്ടാകുകയുള്ളൂ. ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഷാർജ തുടങ്ങുകയായി. അൻസാർ മോളാണ് മുൻപിൽ വലതുവശത്തായി കാണുന്നത്. ഈ റോഡിനെ അൽ ഇത്തിഹാദ് റോഡെന്നും അൽവാദ റോഡെന്നും അറിയപ്പെടുന്നു. വലതുവശത്തായി ഈ കാണുന്നത് സഫീർ മോളാണ്.
റോഡിന് അപ്പുറവും ഇപ്പുറവും പോകാനായി നിരവധി സബ്വേകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സബ്വേ ആണ് നമ്മുടെ വലതുവശത്ത് കാണുന്നത്. മുൻപിൽ വലതുവശത്തായി കാണുന്നത് അൽവാദ സിറ്റി സെൻ്റർ ആണ്. മുന്നിൽ അക്കാണുന്ന ബ്രിഡ്ജിൽ കൂടി ഇടത്തോട്ട് പോയാൽ ഷാർജ ഫിഷ് മാർക്കറ്റ്, റോള, അജ്മാൻ എന്നിവിടങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അൽവാദയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് വലതുവശത്തായി കാണുന്നത്. മുൻപ് ഇതിന് അൽഫല പ്ലാസ എന്നായിരുന്നു പേര്. ഏതാണ്ട് 2 കിലോമീറ്ററോളം നീളമുള്ള ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറുവാൻ പോകുന്നത്. വലതുവശത്തായി കാണുന്നത് ഷാർജ ഗുബൈബ എന്ന ഏരിയയാണ്. ബ്രിഡ്ജ് കയറി നേരെ പോയാൽ നമ്മുടെ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ ഖുറാൻ റൗണ്ട് അബൌട്ടിലേക്കും ഷാർജ എയർപോർട്ട്, അൽദെയ്ദ് എന്നിവിടങ്ങളിലേക്കും പോകാൻ സാധിക്കും. ബ്രിഡ്ജിന്റെ അടിയിലൂടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണിപ്പോൾ. എന്നെ വീടിന് മുമ്പിൽ ഇറക്കി വിട്ടിട്ട് മിസ്റ്റർ ഷെരീഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.